ബഹുമാന്യ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. യൗമുൽ ജുമയിലെ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാനെത്തിയവരാണ് നമ്മൾ. ജുമാ ദിവസത്തെക്കുറിച്ചുള്ള അള്ളാഹു ആ ദിവസത്തിന് നൽകിയ പ്രത്യേകതകളെക്കുറിച്ചുള്ള ഈ ദിവസവുമായി ബന്ധപ്പെട്ട പ്രതിഫലത്തെക്കുറിച്ചുള്ള അറിവുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രമേൽ ആളുകൾ കുറഞ്ഞ ഒരു സദസ്സാകുമായിരുന്നില്ല ഇത്. അള്ളാഹു കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് യൗമുൽ ജുമാ ദിവസം. ഇന്ന് ജുമാ നമസ്കാരം, അതിൻ്റെ മുന്നോടിയായുള്ള ഖുതുബയും ആണുള്ളത്. അതാണ് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. 2 റക്അത്ത് നമസ്കരിക്കണം, അതിനു മുമ്പായി ഖുതുബ ഉത്ബോധനം നടത്തണം. എന്നാൽ ഈ ചെറിയ 2 കാര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല വെള്ളിയാഴ്ചയുടെ സവിശേഷത. അല്ലെങ്കിൽ ചെറിയതെന്ന് തോന്നുന്ന ഇക്കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കേണ്ടുന്ന ഒന്നല്ല എന്നർത്ഥം. ജുമാ സംഘടിതമായി നിർവഹിക്കേണ്ടുന്ന ഒരു ആരാധനാ കർമ്മമാണ്. മറ്റു നമസ്കാരം പോലെ, നിർബന്ധ നമസ്കാരങ്ങൾ പോലെ ചില സാഹചര്യങ്ങളിൽ ഒറ്റക്ക് നമസ്കരിക്കേണ്ടി വന്നാലും സ്വീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു നമസ്കാരമല്ല ജുമാ നമസ്കാരം. അത് സംഘടിതമായി ഒരു പ്രദേശത്തെ ആളുകൾ ചേർന്ന് നിർവഹിക്കേണ്ടുന്ന ഒരു കർമ്മമാണ്. എത്ര ആളുകൾ വേണമെന്നുള്ളതിൽ കൃത്യമായൊരു കണക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ചിലരെങ്കിലും 40 പേര് വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ഒരു അടിസ്ഥാനവുമില്ല. ഒരു സംഘം എന്ന് പറയുമ്പോൾ നന്നെ ചുരുങ്ങിയത് ഒരു പ്രദേശത്ത് 3 പേരാണ് ഉള്ളതെങ്കിൽ, 3-ൽ കുറയാത്ത ആളുകളാണ് ഉള്ളതെങ്കിൽ അവിടെ ജുമാ നിർവഹിക്കൽ നിർബന്ധമായ കാര്യമാണ്. ജുമയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. സൂറത്തുൽ ജുമയിലെ 9-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണം. നിങ്ങൾ വ്യാപാരം ഒഴിവാക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് എന്ത് തിരക്ക് മറ്റേത് കാര്യത്തിലുണ്ടോ അതൊക്കെയും മാറ്റി വെച്ചുകൊണ്ട്, അതൊക്കെ അവിടെ അടക്കി വെച്ചുകൊണ്ട് ഈ നമസ്കാരത്തിനായി നിങ്ങൾ വേഗത്തിൽ വരണമെന്ന് വിശുദ്ധ ഖുർആൻ ബോധിപ്പിക്കുകയാണ്. ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ഓർമ്മയിലേക്ക്, സ്മരണയിലേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നടത്തപ്പെടുന്ന ജുമാക്ക് മുമ്പായി നടത്തപ്പെടുന്ന ഖുതുബയാണ്, ഉത്ബോധനമാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നുവെങ്കിൽ. നമ്മൾ കാര്യം മനസ്സിലാക്കുന്നുവെങ്കിൽ നമ്മുടെ മറ്റേത് തിരക്കും ഒഴിവാക്കിക്കൊണ്ട്, വളരെ അനിവാര്യമായ നിർബന്ധമായ തിരക്കുകൾ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു യാത്രയിലാണെങ്കിൽ ചിലപ്പോൾ ജുമാ നമസ്കാരത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത് മതം അനുവദിച്ച ഇളവ് കൂടിയാണ്. അല്ലാത്ത ഒരു തിരക്കാണെങ്കിൽ, കച്ചവടത്തിൻ്റെ തിരക്കാണെങ്കിൽ, അല്ലെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളുടെയും ഇടപാടുകളുടെയും തിരക്കാണെങ്കിൽ അതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് ധൃതിപ്പെട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് വന്നുകൊണ്ട് ഈ ജുമയിൽ പങ്കെടുക്കണമെന്നാണ് ഖുർആൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്.
ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. നിശ്ചയം ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമൽ ജുമുഅ. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി, നിശ്ചയം നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് വെള്ളിയാഴ്ചയാകുന്നു. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുകയാണ്, അറഫാ സംഗമത്തിന് ശേഷം സത്യവിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗമമാണ് യഥാർത്ഥത്തിൽ ജുമുഅ സംഗമം എന്നുള്ളത്. അറഫാ സംഗമം നമുക്കറിയാം, വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം സംഭവിക്കുന്ന അത്ഭുതകരമായ ഒരു സംഗമമാണിത്. ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു സംഗമം നടക്കുന്നില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന, സത്യവിശ്വാസികളായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹനീയമായ സംഘമാണ്. അതിനെ തുല്യപ്പെടുത്തിക്കൊണ്ടാണ് ഇമാം ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് ഈ കാര്യത്തെക്കുറിച്ച്, ജുമുഅയെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. അറഫാ സംഗമം കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രധാനപ്പെട്ട വിശ്വാസികളുടെ സംഗമമാണ് ജുമുഅ സംഗമം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅത്തി ഫീഹി ഖുലിഖ ആദം വഫീഹി ഉദ്ഖിലൽ ജന്നത വഫീഹി ഉഖ്രിജ മിൻഹാ വലാ തഖൂമു സാഅത്തു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാകുന്നു ജുമുഅ. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്, ഈ ഭൂമി ലോകത്ത് മനുഷ്യൻ എന്ന വിഭാഗത്തെ സൃഷ്ടിച്ചത് ജുമുഅ ദിവസത്തിലായിരുന്നു. മാത്രമല്ല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ സ്വർഗത്തിൽ പ്രവേശനം നൽകിയതും പിന്നീട് അതിൽ നിന്ന് പുറത്താക്കിയതും അതിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടതും ഒക്കെയും വെള്ളിയാഴ്ച ദിവസത്തിലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം കൂടി പ്രവാചകൻ മറ്റൊരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ ആദം. നിങ്ങളുടെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിനമാണ്. ആദം സൃഷ്ടിക്കപ്പെട്ടത് അന്നാണ്. വഫീഹി നഫ്ഖതു വഫീഹി കാഹളത്തിൽ ഊതപ്പെടുന്നതും ഭയാനകമായ ശബ്ദമുണ്ടാകുന്നതും അന്നായിരിക്കും. യൗമുൽ ജുമുഅയിലായിരിക്കും ലോകാവസാനത്തിന്റെ തുടക്കം കുറിക്കുക എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചിട്ടുണ്ട്. അഫീഹി തഖൂമു സ്സാഅത്തു. അന്ത്യനാൾ സംഭവിക്കുന്നത് അന്നാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചതായി നസായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലും കാണാം. അതേപോലെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ സവിശേഷതയായി നാം മനസ്സിലാക്കിയിരിക്കുന്നത് മനുഷ്യവംശത്തിന്റെ തുടക്കം കുറിക്കപ്പെട്ട ദിവസമാണത്. മാത്രമല്ല ഭൂമിയിലേക്ക്, സ്വർഗത്തിൽ നിന്ന് ആദമിനെ പറഞ്ഞയച്ച് ഭൂമിയിൽ ജീവിച്ചു പോകുന്ന മനുഷ്യർ നിർവഹിക്കേണ്ടുന്ന പടച്ചവനോടുള്ള ബാധ്യതകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ തുടക്കം കുറിച്ചതും യൗമുൽ ജുമുഅയിലായിരുന്നു. മാത്രമല്ല അന്നേ ദിവസം തന്നെയായിരിക്കും ലോകം അവസാനിക്കുക. ഇതേ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, അഫ്ളലുസ് സ്വലവാതി ഇൻദല്ലാഹി സ്വലാത്തുൽ സുബ്ഹി യൗമുൽ ജുമുഅത്തി ഫീ ജമാഅ. അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം, ജുമുഅ നമസ്കാരമുണ്ട്, ഫർദ് നമസ്കാരങ്ങളുണ്ട്, വിത്ർ നമസ്കാരങ്ങളുണ്ട്, തഹജ്ജുദുണ്ട്, തറാവീഹുണ്ട്, അങ്ങനെ ഒരുപാട് നമസ്കാരങ്ങൾ, ഈ നമസ്കാരങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇവിടെ സൂചിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായുള്ള സുബ്ഹി നമസ്കാരമാകുന്നു. ഇന്നത്തെ ദിവസത്തിൽ ജമാഅത്തായി എത്ര പേര് സുബ്ഹി നമസ്കരിച്ചു എന്ന് ഒന്നാലോചിക്കുക. ഇന്നത്തെ ദിവസത്തിന്റെ സുബ്ഹി നമസ്കാരത്തിന് പോലും അല്ലാഹു മറ്റു നിസ്കാരങ്ങളെക്കാൾ അനുഗ്രഹം കൂടുതലായി നൽകുന്നു എന്ന് കൂടി നാം മനസ്സിലാക്കുക. അതേപോലെ ഇന്നത്തെ ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതും പുണ്യകരമായ കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ, അതായത് നമ്മൾ ജുമുഅക്ക് വരുമ്പോൾ ഒരുങ്ങുക എന്നുള്ളത്, തയ്യാറെടുക്കുക എന്നുള്ളത് കൂടി സത്യവിശ്വാസികളുടെ ഇതിനോടുള്ള താല്പര്യത്തിന്റെ ഭാഗമാണ്. നമ്മൾ ജുമുഅക്ക് വരുമ്പോൾ കുളിച്ചിരിക്കണം, കുളി നിർബന്ധമാണ്. മറ്റു ദിവസങ്ങളിൽ കുളി നിർബന്ധമല്ലായിരിക്കാം, പക്ഷേ ജുമുഅക്ക് വരുമ്പോൾ കുളി നിർബന്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു.
മാത്രമല്ല എല്ലാ ദിവസവും കുളിക്കുന്ന ആളുകൾ അതേപോലെ കുളിച്ച് ജുമയ്ക്ക് വരിക എന്നുള്ളതല്ല. ജുമയ്ക്ക് വേണ്ടിയാണ് ഞാൻ കുളിക്കുന്നത് എന്ന ഓർമ്മയോടെ, നിയ്യത്തോടെ, കരുതലോടെ കുളിക്കുമ്പോൾ അതിന് പ്രത്യേക പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നു. ഗുസ്ലു യൗമുൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിമിൻ. പ്രായപൂർത്തിയായ എല്ലാ മനുഷ്യർക്കും വെള്ളിയാഴ്ച ദിവസത്തെ കുളി നിർബന്ധമാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. ഗുസ്ലു യൗമുൽ ജുമുഅത്തി അലാ കുല്ലി മുഹ്തലിമിൻ വസിവാകുൻ വയമസ്സു മിനത് ത്വയ്യിബി മാ ഖദറ അലൈഹി. വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നത് പ്രായപൂർത്തിയായ വ്യക്തിയുടെ മേൽ നിർബന്ധമുള്ള കാര്യമാണ്. മിസ്വാക്ക് ചെയ്യലും സാധ്യമാകുന്ന സുഗന്ധം പൂശുകയും ചെയ്യട്ടെ അവൻ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയായി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. മാത്രമല്ല അന്നത്തെ ദിവസത്തിനായി ജുമഅക്ക് മാത്രം പങ്കെടുക്കുന്നതിന് വേണ്ടിയായി മാത്രം ഒരു വസ്ത്രം ഒരുക്കി വെക്കുക. അധ്യാനന്ദ ജുമാ നമസ്കാരത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വസ്ത്രമാണ്. നമുക്ക് പല വസ്ത്രങ്ങളും ഉണ്ടാവാം. ഡ്യൂട്ടിയിൽ പോകുന്ന, സ്കൂളിൽ പോകുന്ന യൂണിഫോമുകൾ ഉണ്ടാകാം പലർക്കും. പക്ഷേ ജുമഅക്ക് വേണ്ടി മാത്രമായി ഏറ്റവും ശുദ്ധിയുള്ള വസ്ത്രം ഒരുക്കി വെക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്തിന്റെ ഭാഗമാണ്. മാലാ അഹദിക്കും ലബിഷ്തറാ തൗബൈനി ലിയൗമിൽ ജുമുഅത്തി സിവാ തൗബി മിഹ്നതിഹി. അബ്ദുല്ലാഹി ഇബ്നു സലാമിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലാണ് വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരാൾക്ക് ജുമാ ദിവസത്തേക്ക് 2 വസ്ത്രം വാങ്ങാൻ കഴിയുമെങ്കിൽ, 2 വസ്ത്രം എന്ന് പറഞ്ഞാൽ മുണ്ടും മേൽവസ്ത്രവുമായിരിക്കാം ഉദ്ദേശിക്കുന്നത്, അല്ലാഹു അലം. ഇനി അല്ലെങ്കിൽ 2 ജോഡിയാണോ എന്നും അറിയില്ല. എന്തായിരുന്നാലും നന്നെ ചുരുങ്ങുന്ന ഒരു വസ്ത്രമെങ്കിലും അതിനു വേണ്ടി ജുമഅക്ക് ദിവസത്തേക്ക് 2 വസ്ത്രം വാങ്ങാൻ കഴിയുമെങ്കിൽ അവനത് വാങ്ങുക. സാധാരണ ദിവസത്തെ വസ്ത്രം ഒഴികെ അന്നത്തെ ദിവസമല്ലാത്ത വസ്ത്രം പോലും ജുമഅക്ക് വേണ്ടി മാറ്റിവെച്ച് ജുമഅക്ക് വരുമ്പോൾ അത് ധരിച്ചു വരിക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ജുമഅക്ക് വേഗം വരിക എന്ന് പറയുന്ന ഹദീസിൽ സഅയ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ സഅയ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഹജ്ജ് കർമ്മത്തിലെ ഒരു കർമ്മമാണ്, സഫാ മറവക്കടിയിലുള്ള ഓട്ടം. എന്നാൽ ഇവിടെ ഓട്ടം ഓടി വരിക എന്നുള്ളതല്ല, വേഗത്തിൽ വരിക. നടന്നു വരാൻ കഴിയുന്ന ആളുകൾ നടന്നു തന്നെ വരിക. വാഹനത്തിനപ്പുറം നടന്നു വരാൻ കഴിയുന്ന അടുത്തുള്ള ആളുകൾ നടന്നു തന്നെ വരുന്നതിൽ പോലും പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. ഓടി വരരുത്, ഓടി കിതച്ചുകൊണ്ട് വന്ന് നമസ്കാരത്തിൽ പങ്കെടുക്കരുത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. ധൃതിപ്പെട്ട് വേഗത്തിൽ ഇവിടെ എത്തിച്ചേരണമെന്ന നിയത്തോടെ, അതിനുവേണ്ടിയുള്ള പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ വേഗത്തിൽ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാനായി വരിക. സമയം വേസ്റ്റാക്കരുത്. വെറുതെ സംസാരിച്ചുകൊണ്ട് പള്ളിയിൽ വന്നിരിക്കേണ്ടുന്ന സമയം നഷ്ടപ്പെടുത്തരുത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നടന്നിട്ട് വല്ലവന്റെയും പാദങ്ങളിൽ പൊടിപറ്റിയാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നടന്നിട്ട് വല്ലവന്റെയും കാലിൽ അല്ലെങ്കിൽ ശരീരത്തിൽ പൊടി പറ്റിയാൽ, അഴുക്കായാൽ, ആ സ്ഥലം ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ പൊടി പറ്റിയിരിക്കുന്നത് ആ സ്ഥലം കരിച്ചു കളയരുതേ എന്ന് നരകത്തോട് അള്ളാഹു കൽപ്പിക്കും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഒരാൾ നരകാവകാശിയായി പോവുകയാണെങ്കിൽ പോലും പള്ളിയിലേക്ക് വന്ന് ആ പേരിൽ പൊടിപറ്റിപ്പോയ സ്ഥലത്തെ അതിൽ നിന്നും കരിച്ചു കളയുന്നതിൽ രക്ഷിക്കും എന്നർത്ഥം. നരകത്തിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ കുറ്റങ്ങൾ, വിവിധങ്ങളായ ശിക്ഷകളുടെ ഭാഗമായിട്ടാണ് അവർ നരകപ്രവേശം ഉണ്ടാവുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിക്ഷ കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ കൂടി സൂചിപ്പിച്ചുകൊണ്ടായിരിക്കാം ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാകുകയാണ്. അതേപോലെ നാം മനസ്സിലാക്കേണ്ടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജുമാ ദിവസം വല്ലവനും നന്നായി കുളിക്കുക, ജനാബത്തിനായി കുളിക്കുന്നത് പോലെ കുളിക്കുക എന്നാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് അവൻ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ടു, എന്നാൽ അവൻ ഒരു ഒട്ടകം അറുത്ത് ദാനം ചെയ്തവനെ പോലെയാണ്. 2ാമത്തെ ഘട്ടത്തിലാണ്, അതായത് 5 ഘട്ടങ്ങളായിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. 1ാമത്തെ ഘട്ടത്തിൽ ഏറ്റവും ആദ്യം പള്ളിയിലേക്ക് ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വരുന്നവൻ ഒട്ടകത്തെ അറുത്ത് നൽകിയ പ്രതിഫലമായിരിക്കും അവന്. അതിന് പിന്നാലെ 2ാം ഘട്ടത്തിലാണ് ഒരാൾ പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ, ജുമാക്ക് പോയതെങ്കിൽ അവൻ
പശുവിനെ ബലി ചെയ്തവന് തുല്യമാണ്. 3-ാമത്തെ മണിക്കൂറിലാണ് ഒരുവൻ പോയതെങ്കിൽ കൊമ്പുള്ള ഒരു ആടിനെ അറുത്ത് ദാനം ചെയ്തവന് തുല്യമാണ്. 4-ാമത്തെ മണിക്കൂറിലാണ് ഒരുവൻ പോയതെങ്കിൽ ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്തവനെ പോലെയാണ്. 5-ാമതാണെങ്കിൽ അതിലും ചെറിയ പ്രതിഫലം അവന് കിട്ടും. അങ്ങനെ ഇമാം പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഖുതുബ കേൾക്കാൻ വേണ്ടി മലക്കുകളും അവിടെ ഹാജരാകും. അതിന് മുമ്പായിട്ട് ഈ 5 ഘട്ടങ്ങളും കഴിയുമെന്ന അർത്ഥം. അപ്പൊ ആ രീതിയിൽ പള്ളിയിലേക്ക് ഖുതുബ തുടങ്ങും മുമ്പേ തന്നെ എത്തിച്ചേരണമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ പള്ളി കവാടങ്ങളിൽ നിൽക്കുകയും ആദ്യമാദ്യം പള്ളികളിൽ എത്തുന്നവരെ ക്രമപ്രകാരം അവർ രേഖപ്പെടുത്തുകയും ചെയ്യും. പള്ളിയുടെ വാതിലിനടുത്ത് മലക്കുകൾ ഹാജരായി പള്ളിയിലേക്ക് പ്രവേശിക്കുന്നവരുടെ പേരുകൾ രേഖപ്പെടുത്തും, റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഖതീബ് മിമ്പറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ മലക്കുകൾ അവരുടെ റെക്കോർഡുകൾ അടുക്കി വെച്ച് ഇമാമിന്റെ ഖുതുബ ശ്രദ്ധിക്കും. അപ്പൊ ഖുതുബക്ക് മുമ്പേ തന്നെ പള്ളിയിൽ എത്തിച്ചേരണം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ റെക്കോർഡിൽ അവരുടെ പേര് ഉണ്ടായിരിക്കുന്നതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ് കൂടി, ഞാൻ ഹദീസ് വായിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഹദീസ് വായിക്കുന്നില്ല. ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും കഴിയുന്നത്ര ശുചിത്വം നേടുകയും ചെയ്തു. തൻ്റെ പക്കലുള്ള എണ്ണയിൽ നിന്ന് അല്പമെടുത്ത് മുടിയിൽ പൂശി, അല്ലെങ്കിൽ തൻ്റെ വീട്ടിലെ സുഗന്ധദ്രവ്യം അല്പമെടുത്ത് ശരീരത്തിൽ ഉപയോഗിച്ചു. എന്നിട്ട് അവൻ ജുമഅക്ക് പുറപ്പെട്ടു. 2 പേരെ പിടിച്ചു മാറ്റിയിട്ട് അവരുടെ നടുവിൽ ഇരിക്കുകയോ അതിലൂടെ കടന്നു പോവുകയോ ചെയ്തില്ല. തിരക്കേറിയ സഫിനിടയിലേക്ക് ഇടിച്ചു കയറി വന്നില്ല, അങ്ങനെ ഇരുന്നില്ല. എന്നിട്ട് അവനോട് നമസ്കരിക്കാൻ കൽപ്പിച്ചതവൻ നമസ്കരിച്ചു. തഹിയ്യത്ത് നമസ്കാരം, പള്ളിയിൽ പ്രവേശിച്ചാലുള്ള തഹിയ്യത്ത് നമസ്കാരം ഉള്ള സ്ഥലത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് നിശബ്ദനായി മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ആ കയറി വന്ന മനുഷ്യൻ തഹിയ്യത്ത് നമസ്കരിച്ചു. അനന്തരം ഇമാം സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ അവൻ നിശബ്ദനായിരുന്ന് അത് കേട്ടു. എന്നാൽ ആ ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള കുറ്റങ്ങൾ അവന് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള കുറ്റങ്ങൾ, ചെറിയ പാപങ്ങൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, ആരെങ്കിലും ജുമാ ദിവസം കഴുകുകയും കുളിക്കുകയും നേരത്തെ ജുമാക്ക് പുറപ്പെടുകയും വാഹനം കയറാതെ നടന്നുപോയി ഇമാമിന്റെ അടുത്തിരുന്ന് ഖുതുബ ശ്രദ്ധിക്കുകയും ചെയ്താൽ അവന്റെ ഓരോ കാലടികൾക്കും ഒരു വർഷത്തെ പ്രവർത്തന ഫലമുണ്ട്. അഥവാ ഒരു വർഷത്തെ നോമ്പിന്റെയും നമസ്കാരത്തിന്റെയും പ്രതിഫലം അവനുണ്ട്. യൗമുൽ ജുമാ നിസ്സാര ദിവസമല്ല എന്ന് നാം മനസ്സിലാക്കുക. സാധാരണ ദിവസം പോലെ, സാധാരണ വക്ത് പോലെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്ര ചെറിയ തോതിലുള്ള പരിഗണന നൽകിക്കൊണ്ട് കൈയാളേണ്ടുന്ന ദിവസമല്ല യൗമുൽ ജുമാ എന്നും കൂടി നാം മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ അലയ്യ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി അശറൻ, വല്ലവനും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് വേണ്ടി 10 സ്വലാത്ത് ചൊല്ലുന്നതാണ് യൗമുൽ ജുമാ, ജുമാ ദിവസം. പ്രവാചകൻ മറ്റൊരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചു, അക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീ കുല്ലി യൗമിൽ ജുമാ, നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണം. പ്രവാചകൻ പറഞ്ഞതാണ്. ഒരു സ്വലാത്ത് പ്രവാചകന് വേണ്ടി ചൊല്ലിയാൽ അള്ളാഹു അവന് വേണ്ടി 10 സ്വലാത്ത് ചൊല്ലും. എന്താണ് ഈ സ്വലാത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം? നമുക്കറിയാം, ഇബ്രാഹിമി സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് മുതൽ ഇന്നക ഹമീദും മജീദ് വരെയുള്ള ആ സ്വലാത്താണ് ചൊല്ലേണ്ടത്. എന്താ പ്രവാചകൻ സ്വലാത്ത്, അല്ലെങ്കിൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു, അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു, നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാചകന് വേണ്ടി, അള്ളാഹുവിനോട് പ്രവാചകൻ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മലക്കുകൾ സ്വലാത്ത് ചെല്ലുന്നതും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശമാണ്, അങ്ങനെ ചെയ്തു കൊടുക്കാനുള്ള നിർദ്ദേശമാണ്. എന്നാൽ അള്ളാഹു എന്താണ് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അവനെ അനുഗ്രഹിക്കുന്നു അള്ളാഹു എന്നാണ്. നമ്മൾ പ്രവാചകന് വേണ്ടി 10 സ്വലാത്ത് ചൊല്ലിയാൽ പ്രവാചകന്റെ അനുഗ്രഹത്തിനായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് വേണ്ടി 10 അനുഗ്രഹങ്ങൾ നൽകും, അല്ലെങ്കിൽ 10 വട്ടം നമ്മെ അനുഗ്രഹിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം.
അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതും യൗമുൽ ജുമയുടെ സവിശേഷതയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് തഹിയ്യത്ത് നമസ്കരിക്കുക. പള്ളിയിലേക്ക് കയറി വന്നാൽ തഹിയ്യത്ത് നമസ്കരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരാൾ കയറി വന്ന് സദസ്സിലിരുന്നു. പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, അസല്ലൈത യാ ഫുലാൻ, താങ്കൾ നമസ്കരിച്ചിട്ടുണ്ടോ മനുഷ്യ? ഖാല ഇല്ല. ഖാല ഖും ഫർഖ, എങ്കിൽ എഴുന്നേൽക്കൂ, നമസ്കരിക്കൂ 2 റക്അത്ത്. തഹിയ്യത്ത് പള്ളിയിൽ പ്രവേശിച്ചാലുള്ള തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. തഹിയ്യത്ത് നമസ്കരിക്കുമ്പോൾ ചില ആളുകൾ കയറി വരുമ്പോൾ ബാങ്ക് വിളിക്കുന്നതായിരിക്കാം. ജുമാ ദിവസം ഒരേ ഒരു ബാങ്കേ ഉള്ളൂ, അത് ഇമാം ഖുതുബ മിമ്പറിൽ കയറി ഉടനെ നിർവഹിക്കുന്ന ബാങ്കാണ്. അങ്ങനെ ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ഒരാൾ തഹിയ്യത്ത് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ബാങ്ക് കഴിയുമ്പോഴും നമസ്കരിക്കാതെ നിന്ന് കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകമായി ഉണർത്തിയിരിക്കുന്നത്. ഇബ്നു ഉസൈമീൻ റളിയല്ലാഹു പറയുകയാണ്, ബാങ്കിന് മറുപടി കൊടുക്കാൻ കാത്തു നിൽക്കാതെ തഹിയ്യത്ത് നമസ്കരിക്കണം വേഗത്തിൽ. കാരണം ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെ ഇമാം അല്ലെങ്കിൽ ഖതീബ് ഖുതുബ പറയുന്നതായിരിക്കും. ആ സന്ദർഭത്തിൽ ഖുതുബയുടെ തുടക്കം മുതൽ കേൾക്കാൻ കഴിയാതെ വരും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് അയാൾ നിസ്കരിക്കുന്നതെങ്കിൽ. എന്നിട്ട് പറയുകയാണ്, ജുമാ കേൾക്കുന്നത് വൈകും എന്നതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ പള്ളിയിൽ കയറി വന്നാൽ നമുക്ക് തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. ബാങ്കിന് മറുപടി കൊടുക്കൽ സുന്നത്തും, ബാങ്ക് ശ്രദ്ധിച്ച് കേട്ട് അതിന് മറുപടി കൊടുക്കൽ സുന്നത്തും, ഖുതുബ കേൾക്കൽ നിർബന്ധവും ആണ് കേട്ടോ. നിർബന്ധമായ കാര്യത്തിന് വേണ്ടി സുന്നത്തായ കാര്യം നിർവഹിക്കാൻ കാത്തിരിക്കേണ്ടതില്ല എന്നർത്ഥം. ആരെങ്കിലും വെള്ളിയാഴ്ച കുളിച്ച് നല്ല രീതിയിൽ വുദുവെടുത്ത് പള്ളിയിലെത്തുകയും മൗനം പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ച് ഖുതുബ കേൾക്കുകയും ചെയ്താൽ ആ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള അയാളുടെ പാപങ്ങൾ അധികമായി 3 ദിവസങ്ങളിലെ പാപങ്ങളും പൊറുക്കപ്പെടും. ആരെങ്കിലും നമ്മുടെ സമീപത്തിരുന്ന് സംസാരിക്കുന്നെങ്കിൽ അവനോട് സംസാരിക്കരുതെന്ന് പോലും പറയാൻ പാടില്ല. നമ്മുടെ അടുത്തിരുന്ന് ആരോ മെല്ലെ സംസാരിക്കുകയാണ്, അവരോട് സംസാരിക്കരുത് എന്ന് പോലും പറയരുത്. എന്നാൽ ആംഗ്യം കാണിച്ച് വിലക്കാമെന്നല്ലാതെ സംസാരിക്കരുത് എന്ന് പോലും പറയാൻ പാടില്ലാത്ത വിധത്തിൽ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇമാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ അടുത്തിരുന്ന വ്യക്തിയോട് നിശബ്ദമായിരിക്കൂ എന്ന് നീ പറഞ്ഞു പോയെങ്കിൽ നീ അനാവശ്യമാണ് പ്രവർത്തിച്ചത്. അടുത്തിരുന്ന ഒരാളോട് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ നീ പോലും അനാവശ്യം ഖുതുബ സന്ദർഭത്തിൽ, ജുമാ സന്ദർഭത്തിൽ പ്രവർത്തിച്ചു എന്നാണ് ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാവുന്നത്. അതുപോലെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഹദീസൊന്നും ഞാൻ ഉദ്ധരിക്കുന്നില്ല, ജുമാ ഖുതുബകൾക്കിടയിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആൾ ഇവിടെ ഖുതുബ പറയുകയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. ചിലരെങ്കിലും മൗനമായിട്ടോ മെല്ലയോ അത് മടക്കുന്നു. അങ്ങനെ ചില ആളുകൾ തുമ്മുന്നത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അതിന് മറുപടി പറയുന്നു, അൽഹംദുലില്ലാ എന്നും മെല്ലെങ്കിലും മറുപടി പറയുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും ജുമാ സന്ദർഭത്തിൽ വേണ്ടതില്ല എന്നും ഇബ്നു ഉസൈമീൻ സൂചിപ്പിക്കുകയാണ്. ജുമാ ഖുതുബയ്ക്കിടയിൽ സലാം പറയലും തുമ്മിയവനെ അനുമോദിക്കുന്നതും ഒക്കെ പാടില്ലാത്തതാകുന്നു. കാരണം അവയും സംസാരമാണ്. ഖുതുബയുടെ സന്ദർഭത്തിൽ സംസാരിക്കാൻ പാടില്ല. സലാം ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് കയറുന്നതും സലാം കേട്ട ആൾ മടക്കുന്നതും ഒരാൾ തുമ്മിയാൽ അതിന് മറുപടി പറയുന്നതുമൊക്കെ സംസാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മൗനമായി പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ മതി. വെള്ളിയാഴ്ച ഇമാം ഖുതുബ പറയുമ്പോൾ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ സലാം പറയരുത്. ലഘുവായ രൂപത്തിൽ 2 റക്അത്ത് നമസ്കരിക്കുകയാണ് അവൻ ചെയ്യേണ്ടത്. അടുത്തുള്ളവന് കൈ കൊടുക്കുന്നത് പോലും പാടില്ല. ഖുതുബയുടെ സമയത്ത് സലാം പറയുന്നതും മടക്കുന്നതും ഹറാമാണ്. ഖുതുബയ്ക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കുമ്പോൾ നബിയുടെ പേരിൽ നമ്മുടെ സ്വലാത്ത് ചൊല്ലണം. പക്ഷേ അത് ആളുകളെ പ്രയാസപ്പെടുന്ന രീതിയിൽ ഉറക്കെ ചൊല്ലുകയല്ല, മെല്ലെ ചൊല്ലുകയാണ് വേണ്ടത്. ഖുതുബയുടെ അവസാനത്തിൽ അതുപോലെ ഇമാം പ്രാർത്ഥിക്കുമ്പോഴും വലിയ രീതിയിൽ ഉറക്കെയുള്ള ശബ്ദത്തിൽ ആമീൻ പറയുന്നതും ഒഴിവാക്കേണ്ടതാണ്.
മെല്ലെ മെല്ലെയായിരിക്കണം ആമീൻ പറയേണ്ടത്. അത്ര നല്ല ഭംഗിയുള്ള ഒരു സദസ്സായിരിക്കണം ജുമയുടെ സന്ദർഭത്തിൽ ഖുതുബ കേൾക്കാൻ ഉണ്ടാവേണ്ടത് എന്ന് നാം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരൽ ഒരു അനുഗ്രഹമായി സ്വീകരിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.